ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പ്രകാശിൻ്റെയും അതുപോലെ കല്യാണിയുടെയും ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശിൻ്റെ അടുത്ത് സംസാരിക്കുക. അതെ, എത്രയും പെട്ടെന്ന് തന്നെ ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് അച്ഛനൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നതായിരിക്കും ബുദ്ധി. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, ഞാൻ വക്കീലിൻ്റെ അടുത്ത് അന്വേഷിച്ചായിരുന്നു. വക്കീൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും ഞാൻ അങ്ങ് ഞെട്ടുക ചെയ്തത്. എന്താ മോളെ വക്കീൽ പറഞ്ഞത്? വക്കീൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നെങ്ങാനും പറഞ്ഞോ? അതെ അച്ഛാ, പ്രശ്നത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ, അച്ഛൻ ആദ്യ ഭാര്യ നിലനിൽക്കുകയാണ് അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അവരെ ചീറ്റ് ചെയ്ത കുറ്റത്തിനും ഇപ്പം മൂന്നാമതൊരു വിവാഹം കഴിക്കാൻ പോയി എൻ്റെ അമ്മയെ ചീറ്റ് ചെയ്തൊരു കുറ്റത്തിനും കൂടി അച്ഛനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വരും. അതും ഇനിയുള്ള കാലം. എൻ്റെ മോളെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും ആ കല്യാണിയും കിരണും കൂടിയാണ് ആ ലക്ഷ്മിയെ ഇളക്കി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അറിയാലോ അച്ഛ, എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് അമ്മ ആ ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് ഇതാ ഇപ്പം ഈ കേരളത്തിൽ വന്ന് താമസിക്കുന്നത്. എന്തായാലും അച്ഛൻ അതിനൊക്കെയുള്ളൊരു തീരുമാനം എടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയോ അതുപോലെ തന്നെ അച്ഛനും കൂടി ഒരുമിക്കണം. അത് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അച്ഛൻ പറഞ്ഞതുപോലെ വിക്രത്തിനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് അമേരിക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക. എന്തായാലും ഇനിയുള്ള കാലം അവിടെ അങ്ങ് ജീവിക്കാന്നേ. മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ എങ്ങനെയാ ലക്ഷ്മിയെ പറഞ്ഞ് എൻ്റെ വശത്താക്കുക? അത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യണം. എത്ര രൂപ ഇതിനു വേണ്ടി മുടക്കേണ്ടി വന്നാലും ഈ കാർത്തിക മുന്നിൽ നിന്ന് മുടക്കും എന്നുള്ള കാര്യം കൂടി പ്രകാശിന് വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ കാർത്തിക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. പിറ്റേ ദിവസമാണ് കോടതി കൂടുന്ന ദിവസം. ലക്ഷ്മിയമ്മയാണെങ്കിൽ കോടതിയിൽ നേരത്തെ എത്തി. അതിനുശേഷമാണെങ്കിലും പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ മൂങ്ങ മുത്തശ്ശിയൊക്കെ അവിടെ എത്തുകയാണ്. അപ്പം മൂങ്ങയാണെങ്കിൽ ലക്ഷ്മിയെ കണ്ട പാടെ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. എടി, നീ ഇതിനൊക്കെ ഒരുമ്പെട്ട് ഇറങ്ങി നടക്കുന്നത് ആ കിരണിൻ്റെയും കല്യാണിയുടെയും പിൻബലത്തോടു കൂടിയല്ലേ? പിന്നെ ഇവൻ്റെ രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ, ദീപ എന്ന് പറയുന്നവള്, അവള് നിനക്ക് സപ്പോർട്ടാണല്ലേ? ഇവരെയൊക്കെ കണ്ടിട്ട് നീ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, നാശക്കളിയാണ്. അതെ, നിങ്ങൾ എന്തായാലും ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിൽ തന്നെയല്ലേ പോകുന്നത്? ഇത്രയും പ്രായമായിട്ടും നിങ്ങളുടെ ഈ മനസ്സിനും ചിന്താഗതിക്കും ഒന്നും എന്താ സ്ത്രീയെ മാറ്റിയില്ലാത്തതെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുക. അവള് വന്നിരിക്കുന്നു ഒരു വലിയ ശീലാവധി കളിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ മുത്തശ്ശി ദാ ലക്ഷ്മിയമ്മയുടെ നേരെ തട്ടിക്കേറുക. അപ്പൊ പ്രകാശം പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, അമ്മ ഒന്ന് മാറ്. എങ്ങനെയെങ്കിലും ഞാൻ ഇവളോട് നയത്തിന് സംസാരിച്ച് ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് അമ്മയുടെ ഒരു മെക്കിട്ട് കയറ്റം. അമ്മ പറഞ്ഞത് പണ്ട് കേട്ടത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവളെയും ഇവളുടെ കുഞ്ഞിനെയും ഒക്കെ ഒപ്പം ഞാൻ അവിടെ എങ്ങാനും ജീവിക്കേണ്ടി വന്നേനെ. എൻ്റെ മോനെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേടാ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്ക് മോനെ. ഈ അമ്മയെ പോലെ ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു അമ്മ എവിടെ ഉണ്ടടാ? ആ അമ്മയാണോ നീ തള്ളി പറയുന്ന പ്രകാശ? ഇതൊന്നും ശരിയല്ല കേട്ടോ. അമ്മ, അങ്ങനെയൊന്നും അല്ലമ്മ ഞാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കാർത്തിക മോള് പറഞ്ഞിരിക്കുന്നത് ഇവളുമായിട്ട് ഒരു അനുനയത്തിൽ പോണമെന്നാണ്. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, ഇവള് എനിക്കെതിരെ ആ കംപ്ലൈൻ്റ് അങ്ങ് മുറുക്കി കഴിഞ്ഞാൽ അറിയാലോ, കോടതി വരാന്ത വരെ വന്നു. ഇനി ജയിലിലേക്ക് പോകാൻ അധികം ദൂരമൊന്നും ഇല്ല. അമ്മക്ക് ഞാനല്ലാണ്ട് ഈ വയസ്സാം കാലത്ത് മറ്റാരെങ്കിലും ഉണ്ടാകുമോ? അതും ശരിയാ മോനെ. എന്നാ ശരി, ഞാൻ ഇവൾക്കെതിരെ ഒന്നും തന്നെ പറയുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വക്കീൽ പറഞ്ഞു പഠിപ്പിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാന്നും പറഞ്ഞ് മൂങ്ങ അപ്പുറം മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് പ്രകാശം ചെല്ലുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക്. ലക്ഷ്മി അമ്മ പ്രകാശിനോട് ഒരു കോംപ്രമൈസിനും തയ്യാറേ അല്ല. ലക്ഷ്മി പ്രകാശിനെ കണ്ട പാടെ തന്നെ മുഖം വെട്ടിക്കുന്ന സമയത്ത്, ലക്ഷ്മി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്രയും നാളായില്ലേ, ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നീ ഒന്ന് കേക്ക്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ഞാൻ നിറവയറായിരുന്ന സമയത്ത് നിങ്ങൾ എന്തുമാത്രം ക്രൂരതകളാണ് എന്നോട് കാണിച്ചത്. അതും പോരാഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ജനിച്ച കുഞ്ഞല്ലായിരുന്നു അത്.
അതിനെ നിങ്ങൾ കൊണ്ടുപോയി ഓടയിൽ കളഞ്ഞില്ലേ? ഇത് ഇത്രയും ക്രൂരതകൾ കാണിച്ചിട്ട് ഇനി ഞാൻ നിങ്ങളോടൊന്നും ചെയ്യരുതെന്നല്ലേ? ഇത്രയും കാലവും അന്വേഷിച്ച് വരാത്ത നീ ഇപ്പൊ സത്യം പറഞ്ഞാല് ആ കിരണും കല്യാണിയും പറഞ്ഞിട്ട് വന്നതല്ലേ? നീ എൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കെട്ടിയെടുത്തതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാനിപ്പം ഒരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നശിപ്പിച്ചിട്ട് ലക്ഷ്മി നിനക്ക് എന്ത് കിട്ടാനാണ്? നിനക്ക് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ഞാൻ തരാമെന്നും പറഞ്ഞ് പ്രകാശൻ ലക്ഷ്മി അമ്മയുടെ കാല് പിടിക്കുന്ന അവസ്ഥ വന്നു. ലക്ഷ്മി അമ്മയാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാതെ അവിടെ നിൽക്കുക. ആ സമയം കോടതി കൂടി. അപ്പം ആ കോർട്ടില് നമ്മുടെ മൂങ്ങ മുത്തശ്ശിയെയും പ്രകാശനെയും ഒക്കെ വിചാരണ ചെയ്യുന്നതൊക്കെ കാണിക്കുകയാണ്. എന്തായാലും നമ്മുടെ മൂങ്ങ അവിടെ വെച്ച് 1-2 കള്ളത്തരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി അമ്മയ്ക്കെതിരെയുള്ള കാര്യങ്ങളാണ് മൂങ്ങയും പ്രകാശനും കൂടി മെനയുമ്പം ലക്ഷ്മി അമ്മയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള തെളിവുകളും ഒക്കെ ആയിട്ട് പ്രകാശനെ പൂട്ടാനുള്ള ആ ഒരു ധൈര്യവും ചങ്കുറപ്പുമായിട്ട് ആ കോടതി വളപ്പിൽ നിൽക്കുകയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇതിനിടയ്ക്ക് വമ്പൻ ടീസ്റ്റുമായിട്ട് ഇതാ നമ്മുടെ മനുവിൻ്റെ ഓരോരോ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരി. അപ്പം അറിയാം എന്തൊക്കെയാണ് ഇനി വരുന്ന വിശേഷങ്ങളെന്ന്. നാളെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.